പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 പറയുന്നുണ്ട്: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിന്റെ അതിരുകൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ വിസ്മയ പ്രവൃത്തികൾ നമ്മളിപ്പോൾ കേട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം. അതെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഉയർത്തും. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ഓർത്ത്, ദൈവം പ്രവർത്തിക്കുന്ന വിസ്മയകരമായ പ്രവർത്തനങ്ങൾ ഓർത്ത് ഇരു കരങ്ങളും ഉയർത്തി കർത്താവിനെ നമുക്കൊന്ന് ആരാധിക്കാം. നമ്മളെ വിളിച്ചതോർത്ത്, ദൈവം അനുഗ്രഹിക്കുന്നതോർത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് ദൈവം ഉയർത്തുന്ന നിമിഷങ്ങൾ ഓർത്ത്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഓർത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് ആരാധിക്കാം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഇരുവശങ്ങളിലും കരങ്ങളടിച്ച് ഇന്നും ജീവിക്കുന്നവനായ കർത്താവിനെ കണ്ടുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ആരാധിക്കാം. ഉന്നത വിളിയാൽ വിളിച്ചുവെന്നേ, ചോദിച്ചതോ ഉള്ളിൽ പോലും നീനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ജീവിക്കുന്നവനായ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹബക്കുക്ക് 3:17 നമ്മൾ വായിക്കുന്നുണ്ട്: അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും ധാന്യങ്ങൾ വിളയുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. അതെ, ജീവിതത്തിൻ്റെ നേട്ടങ്ങളെ ഓർത്ത് മാത്രമല്ല, ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷയിൽ വിജയിക്കുമ്പോൾ മാത്രമല്ല, പരാജയപ്പെട്ടാലും
ജോലിയിൽ പ്രമോഷൻ ലഭിക്കുമ്പോൾ മാത്രമല്ല, ജോലിയിൽ അല്പം കുറവുകൾ ഉണ്ടായാലും, സാമ്പത്തികമായിട്ട് ഉയരുമ്പോൾ മാത്രമല്ല, കടബാധ്യതകൾ ഉള്ളപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്, ദൈവത്തിൽ ആനന്ദിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോഴാണ് നമ്മുടെ കോട്ടങ്ങളും പരാജയങ്ങളും എല്ലാം ദൈവം നേട്ടങ്ങളാക്കി ഉയർത്തുന്നത്. നമുക്ക് തിന്മയായിട്ട് തോന്നുന്നതിനെ പോലും ദൈവം നന്മയാക്കി നമുക്ക് മാറ്റിത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അനുവദിച്ച എല്ലാ പരാജയങ്ങളെയും വിജയങ്ങളെയും നന്മകളെയും എല്ലാം ഓർത്തുകൊണ്ട് ദൈവത്തെ വീണ്ടും നമുക്ക് കരങ്ങളടിച്ച് സന്തോഷത്തോടെ പാടി ആരാധിക്കാം. ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ദൈവ കരുതലുണ്ട്, യേശുനാമത്തിൽ പ്രത്യാശയുണ്ട്. രോഗങ്ങൾ വന്നാലും ക്ലേശങ്ങൾ വന്നാലും യേശുവിന്റെ രക്തത്താൽ സൗഖ്യമുണ്ട്. ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ഹല്ലേലൂയ, പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന
കണ്ണുകളടച്ച് ഒരു നിമിഷം കർത്താവിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ഹൃദയത്തിൽ ആനന്ദമുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റു പറഞ്ഞത്. ആനന്ദത്തിൻ്റെ ഉറവിടം കർത്താവായ ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ അനുഭവിച്ച് അറിഞ്ഞവർക്ക് ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും, അത് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ കഷ്ടപ്പാടിൻ്റെ അനുഭവങ്ങളാണ് എങ്കിലും സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. കാരണം ക്രിസ്തു ലോകത്തെ ജയിച്ചവൻ എൻ്റെ കൂടെയുണ്ട്. ആ കർത്താവിനെ നമുക്ക് ഈ നിമിഷം ആന്തരിക നേത്രങ്ങൾ കൊണ്ട് കാണാം. ബാഹ്യമായ നേത്രങ്ങൾ അടച്ചുകൊണ്ട് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും വാഗ്ദാനത്തിൽ വിശ്വസ്തനായിരുന്നു കൊണ്ട് ഈ കൂട്ടായ്മയെ നയിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മുടെ എല്ലാ പ്രതീക്ഷകളെയും സമർപ്പിക്കാം. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രതീക്ഷയില്ലാത്ത ഒരവസ്ഥയിലൂടെ ആയിരിക്കാം നാം ഇപ്പോൾ കടന്നു പോകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പക്കൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വ്യക്തി ജീവിതത്തെ അങ്ങയുടെ കരങ്ങൾ നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന കുടുംബ സാഹചര്യത്തിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കാത്ത പ്രശ്നങ്ങളിലേക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഓ കർത്താവേ, എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചവനെ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും എൻ്റെയോടുകൂടി ആയിരിക്കുന്നവനെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ ശക്തി ഈ രാത്രിയിൽ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എന്നോട് കൂടെ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആന്തരികമായ നേത്രങ്ങളെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയെ കാണുവാനായിട്ട് എൻ്റെ കാഴ്ചയെ അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് എൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ അന്ധകാരത്തെ അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രകാശത്താൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ രോഗാവസ്ഥയിലേക്ക് കടന്നു വരണമേ. എൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് കടന്നു വരണമേ. കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന എൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരണമേ. കർത്താവെ, ആരുമില്ലാതെ വേദനിക്കുന്ന എൻ്റെ ഏകാന്തതയുടെ അവസ്ഥയിലേക്ക് ഈ രാത്രിയിൽ അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എന്നെ സഹായിക്കുവാൻ സാധിക്കാത്തതാണ് അങ്ങയുടെ ഏറ്റവും വലിയ വേദന എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ്, ഈ രാത്രിയിൽ ഈ നിമിഷത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങളെയും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി വലിയ വിശ്വാസത്തോടെ അപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്തവനായ സർവശക്തനായ സ്നേഹനിധിയായ കർത്താവിൻ്റെ പക്കലേക്ക് കരങ്ങളെ ഉയർത്തി, മനസ്സുയർത്തി, ശബ്ദം ഉയർത്തി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പൂർണ്ണമായ ശക്തിയോടെ ആരാധിക്കാം. മലാഹമാരോട് ചേർന്ന് ഭാഷാവരമുള്ളവരുടെ ഭാഷാവർ സ്തുതിക്കട്ടെ. എല്ലാം മറന്നുകൊണ്ട് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അനുഗ്രഹത്തിന്റെ മഴ പെയ്യിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളിലേക്ക് കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. കർത്താവേ, ഇവരുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രകാശം ഞങ്ങളുടെ കുടുംബത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമുള്ളവരായി ഞങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ കർത്താവിൻ്റെ ആഴമായ സ്നേഹം അനുഭവിച്ച് അറിയുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും ഞങ്ങൾക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നവരാണെങ്കിലും ഞങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല എന്ന് വാഗ്ദാനം ചെയ്ത് കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ
അമ്മേ, അമ്മ അനുഭവിച്ചറിഞ്ഞതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയും തിരുക്കുമാരൻ്റെ പക്കൽ പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധന്മാരെ മോക്ഷവാസികളെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. വലത് കരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായിരിക്കും. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഐസ്ബർഗ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഐസ്ബർഗ്, വലിയ ഹിമക്കട്ടയ്ക്കാണ് ഐസ്ബർഗ് എന്ന് പറയുന്നത്. കടലിലൂടെ ഒഴുകി നടക്കുന്ന, ചിലപ്പോൾ വലിയ ഒരു പർവ്വതത്തിൻ്റെ അത്രയും വലിപ്പം അതിനുണ്ടാകും. എന്നാൽ അതിൻ്റെ ഒരു ചെറിയ അഗ്രം മാത്രമേ വെള്ളത്തിന് മുകളിൽ കാണുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഇങ്ങനൊരു ഫ്രേസ് പോലുമുണ്ട്, ദ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. നിങ്ങൾ വിചാരിക്കും, എന്തിനാണ് ഈ രാത്രിയിൽ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന നിങ്ങളോട് ഐസ്ബർഗിൻ്റെ കാര്യം പറഞ്ഞത് എന്ന്. എനിക്ക് തോന്നുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ഈ ഐസ്ബർഗ് പോലെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ കുറച്ച് മാത്രമേ നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനിയും വളരെ അധികം നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയുവാനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയധികം നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നുവോ അത്രമാത്രം നമ്മൾ ക്രിസ്തുവിനെ കൂടുതലായി സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കുന്നതനുസരിച്ച് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നമ്മൾ കൂടുതൽ അടുത്തു വരുന്നു. അതനുസരിച്ച് നമ്മൾ ലോകത്തിൽ നിന്ന് അകന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും വിശുദ്ധി എന്ന് പറയുന്നത് ചില നന്മ പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കൂടുതൽ കൂടുതൽ അനുഭവിച്ച് അറിയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിൻ്റെ സുഖങ്ങളിൽ ഒരിക്കലും സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധന്മാരുണ്ടായിട്ടുള്ളത്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ജീവൻ ത്യജിക്കുവാൻ കുരിശിൽ തൂക്കപ്പെട്ടും കല്ല് എറിയപ്പെട്ടും പല രീതിയിലും തങ്ങളുടെ ജീവൻ സമർപ്പിക്കുവാൻ അവർക്ക് സാധിച്ചത് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം തങ്ങളുടെ ജീവനേക്കാൾ വിലയുള്ളതായി അവർ കരുതിയത് കൊണ്ടാണ്, മനസ്സിലാക്കിയത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലിയ സമ്പത്തുണ്ടായിരുന്ന വ്യക്തികൾ, നമുക്കറിയാം ഫ്രാൻസിസ് അസീസി വലിയ സമ്പന്നനായ ഒരു വ്യാപാരിയുടെ മകനായിരുന്നു. പക്ഷേ ഈ സമ്പത്ത് മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് വെറും കൈയോടെ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാനായി ഫ്രാൻസിസ് അസീസിയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ക്രിസ്തുവിൻ്റെ ആഴമായ സ്നേഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വലിയ ജോലിയുള്ള ആളായിരുന്നു ഫ്രാൻസിസ് സേവിയർ. ആ ജോലി ഉപേക്ഷിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അതിനേക്കാൾ എത്രയോ അമൂല്യമായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അദ്ദേഹം മനസ്സിലാക്കിയ നിമിഷത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ സ്നേഹം അനുഭവിച്ചറിഞ്ഞ വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എല്ലാ വിശുദ്ധന്മാർക്കും ഒപ്പം
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ വിശുദ്ധന്മാരായതിൻ്റെ കാരണം ഇവിടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളം, അതിൻ്റെ വീതി, അതിൻ്റെ ഉയരം, അതിൻ്റെ ആഴം ഓരോ ദിവസവും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ ഒരു വലിയ ഉൾക്കാഴ്ച ലഭിച്ച ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകം വായിച്ചപ്പോൾ ലഭിച്ച ഒരു ചിന്തയാണ്. യേശു വെള്ളത്തിനു മീതെ നടക്കുന്ന സംഭവം നമ്മൾ വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. അത് 3 സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ യോഹന്നാൻ. ഈ 3 സുവിശേഷകരും യേശു വെള്ളത്തിൻ്റെ മീതെ നടക്കുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് ഇത് യേശു ചെയ്ത ഒരു അത്ഭുതമാണ് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവപുത്രനാണ്, അധികാരമുള്ളവനാണ്, വെള്ളത്തിൻ്റെ മേൽ എനിക്ക് അധികാരമുണ്ട്, കാറ്റിൻ്റെ മേൽ എനിക്ക് അധികാരമുണ്ട്, പ്രപഞ്ചശക്തികളുടെ മേൽ എനിക്ക് അധികാരമുണ്ട് എന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുവാൻ, അവർക്ക് ആഴമായ വിശ്വാസമുണ്ടാക്കുവാൻ യേശു ചെയ്ത ഒരു അത്ഭുതമാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് വായിച്ചപ്പോൾ അത് യേശു ചെയ്ത ഒരു അത്ഭുതമല്ല എന്ന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഈ വെള്ളത്തിന് മുകളിൽ നടക്കുന്നതിന് മുമ്പ് ഈശോ വലിയൊരു കാര്യം ചെയ്തു. വിശന്ന് വലഞ്ഞിരുന്ന 5000 പേർക്ക് 5 അപ്പം വർദ്ധിപ്പിച്ച് അവരുടെ വിശപ്പ് മാറ്റി അവരെ സംതൃപ്തരാക്കി. അപ്പോൾ ഏകദേശം രാത്രിയായി. ജനങ്ങളെ പിരിച്ചു വിട്ടു, റെസ്റ്റ് എടുക്കാനായിട്ട് വിട്ടു. ഈശോ പ്രാർത്ഥിക്കുവാനായിട്ട് മലമുകളിലേക്ക് പോയി. പ്രാർത്ഥിക്കുവാൻ പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അവിടെ പറയുന്നത്, ഈ 5000 പേർക്കും വേണ്ടി പിതാവായ ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ ഉദ്ദേശം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ സ്വഭാവത്തിന് അന്നും ഇന്നും ഒരു മാറ്റവുമില്ല. അന്നത്തെ ജനങ്ങളെ പോലെയാണ് നമ്മളെ പോലെ തന്നെയാണ് അന്നത്തെ ജനങ്ങൾ. അനുഗ്രഹം കിട്ടുന്നവരെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയും, നല്ലപോലെ ആടുകയും പാടുകയും സ്തുതിക്കുകയും ചെയ്യും. എന്നാൽ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ കമ എന്നൊരു വാക്ക് പറയുകയില്ല, നന്ദിയുടെ ഒരു വാക്ക് കർത്താവിനോട് നമ്മൾ പറയുകയില്ല. ഈ 5000 പേരിലെ 99% പിതാവായ ദൈവത്തിന് നന്ദി പറയാതെയാണ് പോയത് എന്നറിഞ്ഞ ഈശോ വളരെ ദുഃഖിതനായി അവർക്ക് വേണ്ടി കൂടെ പിതാവിനോട് ഇങ്ങനെ നന്ദി പറയുകയാണ്. 5000 പേർക്ക് വേണ്ടി നന്ദി പറയുമ്പോൾ എത്ര സമയമെടുക്കും? 1 മിനിറ്റെങ്കിലും എടുത്ത് ഒരാൾക്ക് വേണ്ടി പറയുകയാണെങ്കിൽ 5000 മിനിറ്റ് വിചാരിച്ചു. അപ്പോൾ അത്രയും സമയമെടുത്ത് ഈശോ രാത്രി മുഴുവൻ അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അതിനു മുമ്പ് പറയുകയാണ്, ശിഷ്യന്മാർക്ക് പോകുവാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഈശോ അവരെ നിർബന്ധിച്ചു. കാരണം അവർ ഈ വലിയ സദ്യ നടത്തിയപ്പോൾ നിങ്ങൾക്കറിയാം, 5000 പേർക്ക് സദ്യ വിളമ്പുക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല. ക്ഷീണിച്ചു മടുത്ത് കാണും, നടുവൊടിഞ്ഞ് കാണും അവർക്ക്. പക്ഷേ ബൈബിൾ പറയുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന ഈശോ അവരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് വിട്ടു എന്ന് പറഞ്ഞു. ഈശോ പറഞ്ഞു, നിങ്ങൾ തോണിയിൽ ഈ കടലിൻ്റെ മറുകരയ്ക്ക് പോവുക, നിർബന്ധിച്ച് വിടുകയാണ്. നമ്മൾ ഓർക്കണ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈശോ നമ്മളെ നിർബന്ധിക്കുമ്പോഴും ചിലപ്പോൾ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മളോട് ക്രൂരമായിട്ട് പെരുമാറുമ്പോഴും
ഈശോയ്ക്ക് നമ്മളോട് ഒരു കരുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈശോ ഒരിക്കലും നമ്മളെ മറക്കുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നിർബന്ധിച്ച് വിട്ടപ്പോഴും ഈശോ എപ്പോഴും അവരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ പ്രാർത്ഥന അങ്ങ് കുറേ മണിക്കൂറുകൾ നീണ്ടു. ഈശോ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ കടലിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുകയാണ്, മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ശക്തമായ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തോണി അതുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല, വട്ടം കറക്കുകയാണ്. ഈ തോണിയെ നിയന്ത്രിക്കുവാനായിട്ട് ഇവർ പരിശ്രമിച്ച് ഇവരുടെ സർവശക്തിയും തീർന്നു. ഇവർ അവശരായി എന്ന് മനസ്സിലാക്കിയപ്പോൾ 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നത് നിർത്തി എഴുന്നേറ്റ് താഴേക്ക് ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ മേലങ്കി എടുത്ത് തലയിൽ ചുറ്റി ഈശോ ആ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഓടുകയാണ്. കുന്നിന്റെ അടിഭാഗത്താണ് ഈ ഗനേസരത്ത് തടാകം. ഈ കുന്നിന്റെ മുകളിൽ നിന്ന് ഓടി വെള്ളത്തിന്റെ മുകളിലൂടെ ഓടി ഇവരുടെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പൊ ഈശോയ്ക്ക് ഇത് രണ്ടും ഒരുപോലെയാണ്. കരയിൽ കൂടെ ഓടുന്നതും വെള്ളത്തിന് മുകളിൽ കൂടെ ഓടുന്നതും ഈശോയ്ക്ക് എല്ലാം ഒരേപോലെയാണ്. അപ്പൊ ഈശോ വെള്ളത്തിന്റെ മുകളിൽ കൂടെയാണ് ഓടുന്നതെന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല. ഈശോ നോക്കിയത്, ഓ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് ഇപ്പോൾ അവശരായല്ലോ എന്ന ആ വലിയ ചിന്ത കൊണ്ട് അവരെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഈശോ ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും നമ്മൾ ഒത്തിരി കഷ്ടപ്പാടുകളും വേദനകളും അനുഭവിക്കുന്നവരാണ്. ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ പോലും പറ്റുകയില്ല. പക്ഷെ ഈശോ പറയുന്നത്, നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിച്ചില്ല എങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ എപ്പോഴും തയ്യാറായി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ മാതാപിതാക്കൾ ഉണ്ട്, ഭൂരിഭാഗം മാതാപിതാക്കളാണ്. നിങ്ങളുടെ മകൻ ഒരു അപകടത്തിൽപ്പെട്ടു, അവനിങ്ങനെ വേദനിക്കുകയാണ് എന്ന് നിങ്ങൾ കാണുന്നു. അവൻ വിളിച്ച് നിങ്ങളോട് സഹായത്തിന് അപേക്ഷിച്ചിട്ടാണോ അഭ്യർത്ഥിച്ചിട്ടാണോ നിങ്ങൾ ഓടിച്ചെല്ലുന്നത്? ആണോ? അവൻ വേദനിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അതാണ് പിതാവിൻ്റെ സ്നേഹം, അതാണ് അമ്മയുടെ സ്നേഹം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം അതിനേക്കാൾ അധികമായി എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 139 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ, അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കണ്ണുകൾ നിന്നെ കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അത്രമാത്രം നമ്മളെ വ്യക്തിപരമായി കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് നിമിഷത്തിലും പ്രതിസന്ധിയിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സമയത്തും ദൈവം നമ്മളെ അനാഥരായിട്ട് വിടുകയില്ല. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് കർത്താവിന്, യേശുവിന് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് 2 കാര്യമുണ്ടെന്നാണ് ഈശോ പറയുന്നത്. നമ്മൾ യേശുവേ യേശുവേ എന്ന് എന്തിനാണ് ഈ സ്തുതി ആരാധനയുടെ നിമിഷങ്ങളിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് വിളിച്ചു പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് 2 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വലിയൊരു ആനന്ദമുണ്ടാകുന്നു. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ യേശു നൽകുന്ന ആനന്ദം വന്ന് നിറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, യേശുവിൻ്റെ മക്കള് അപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അപ്പാ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൻ്റെ ഹൃദയത്തിൽ വലിയ സ്നേഹമുണ്ടാകുന്നു, വലിയ ആനന്ദമുണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ചിന്ത സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ ദൈവം എന്നെ സഹായിച്ചില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിട്ടില്ല എന്നൊരു ദുഃഖം നിങ്ങളുടെ മനസ്സിലുണ്ടാകാം.
കർത്താവിനോട് നിങ്ങൾക്കൊരു നീരസമുണ്ടാകാം. പക്ഷേ നിങ്ങൾ തളരുന്ന അവസരത്തിലും ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് അവിടുന്ന് നിശ്ചയമായിട്ടും ഓടി വരും. കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് ഈ രാത്രിയിൽ അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വെള്ളത്തിൻ്റെ മീതെ നടന്നത് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്, ശിഷ്യന്മാരോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അങ്ങനെ നടന്നപ്പോൾ ഈശോ അത്ഭുതം ചെയ്തപ്പോൾ അവൻ ദൈവപുത്രനാണ് എന്ന് അവർ തിരിച്ചറിയുന്നതായിട്ട് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുവാൻ വൈകുന്നത്, അത് ദൈവപുത്രനാണ്, യേശു അധികാരമുള്ളവനാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സമയം കടന്നുപോയിട്ടും അനുഗ്രഹം സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ വേദന നിങ്ങൾക്കുണ്ട് എങ്കിൽ കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ സ്ഥിരമായിട്ട്, നിരന്തരമായിട്ട് ഉയർത്തണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളേക്കും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഇരു കരങ്ങളെയും ഉയർത്തി ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. Praise the Lord. Hallelujah. 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 ശാന്തമായിരിക്കും.